ഏതൊരു കർമ്മത്തിനും അത്യാവശ്യവും അനിവാര്യവുമായിട്ടുണ്ടായിരിക്കേണ്ടുന്ന ഒരു ഘടകമുണ്ട്. അതില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. നിസ്കാരം എന്ന് മാത്രമല്ല, നിസ്കാരത്തെപ്പറ്റി മാത്രമല്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മൊത്തത്തിലാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഇന്നമൽ അഅ്മാൽ, തീർച്ചയായും കർമ്മങ്ങൾ മുഴുവനും, എല്ലാ കർമ്മങ്ങളും, ബിന്നിയ്യാത്ത്, ഉദ്ദേശത്തിനനുസരിച്ച് മാത്രമാകുന്നു. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഏതൊരു മനുഷ്യനും അവൻ എന്താണ് ഉദ്ദേശിച്ചതെങ്കിൽ അതാണ് ലഭിക്കുക. അപ്പൊ അതുപോലെ നിസ്കാരം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്ത് ഇതിന് ആവശ്യമാണ്. അപ്പൊ നിയ്യത്തിനെ സംബന്ധിച്ച് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിയ്യത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സുകളിലേക്ക് കയറി വരാറുള്ളത്, നിസ്കരിക്കാൻ വേണ്ടി പോയി നിന്നിട്ട് ഉസല്ലി ലില്ലാഹി തആല ഉസല്ലി ഫർദ സ്വലാത്തുൽ ദുഹ്ർ അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ കഅബത്തി ശരീഫ അദാഅൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നമ്മൾ പറയാറുണ്ട്. വാസ്തവത്തിൽ ഞാൻ വുദൂഇന്റെ നിയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. മഹല്ലുൻ നിയ്യത്തി അൽ ഖൽബു എന്നുള്ളത് സർവാംഗീകൃതമായൊരു തത്വമാണ്. മഹല്ലുൻ നിയ്യത്തി എന്ന് പറഞ്ഞാൽ നിയ്യത്തിന്റെ സ്ഥാനം അൽ ഖൽബു, ഹൃദയമാകുന്നു. നാവിൽ അതിന് സാധ്യമല്ല. നാവും അതുമായിട്ട് ബന്ധമില്ല എന്നർത്ഥം എങ്കിലല്ലേ പിന്നെ അത് പറയേണ്ടതുള്ളൂ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കരുതുക എന്നാണ്. നാവ് കൊണ്ട് കരുതുക എന്ന് പറയലല്ലോ, നാവ് കൊണ്ട് പറയലാണ്, ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് കരുതലാണ്. അപ്പൊ അതുകൊണ്ട് കരുത്താണ്, കരുത്തിന്റെ സ്ഥാനം ഹൃദയമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഫ്തഹു സ്വലാത്ത ബിത്തക്ബീർ. ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മളോട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ആരംഭിക്കാറുള്ളത് ബിത്തക്ബീർ, തക്ബീർ കൊണ്ടായിരുന്നു. അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് നിസ്കാരം ആരംഭിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു സഹാബിയോട് പ്രവാചകൻ, നബിയെ എനിക്ക് നിസ്കാരത്തെ പറ്റി പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു, ഇദാ ഖുംത ഇലസ്സലാ, നിസ്കരിക്കാൻ വേണ്ടി നീ നിന്നാൽ, അതിനുവേണ്ടി ഒരുങ്ങിയാൽ ഫഅസ്ബിഗുൽ വുദൂ, വുദൂ സമ്പൂർണ്ണമായി വുദൂ എടുക്കുക. സുമ്മസ്തഖ്ബിലുൽ ഖിബ്ല, പിന്നെ നീ ഖിബ്ലക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കണം. ഫകബ്ബിർ, പിന്നെ നീ തക്ബീർ ചൊല്ലണം എന്നാണ്. അതിന്റെ ഇടയിൽ നബി ഒന്നും പറഞ്ഞില്ല. നിയ്യത്ത് ചൊല്ലേണ്ട ഒരു കാര്യം അവിടുന്ന് പറഞ്ഞില്ല. നിയ്യത്ത് എല്ലാ കർമ്മങ്ങൾക്കും ആവശ്യമാണെന്ന് നബി പണ്ടേ പറയുകയും ചെയ്തു. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു പറയേണ്ടുന്നൊരു കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ കർമ്മങ്ങളും വിശദമായി രേഖപ്പെടുത്തിയിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി, അദ്ദേഹത്തിന്റെ സാദുൽ മആദി ഫീ ഹദീ ഖൈറുൽ ഇബാദ് എന്ന പേരിലുള്ള ഒരു പുസ്തകമുണ്ട്, ഒരു കിതാബുണ്ട്. ധാരാളം വാള്യങ്ങളിലുള്ള ഒരു ബൃഹൽ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളും വിശദീകരിക്കും. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖാമ ഇലസ്സലാ ഖാല അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയാൽ, നിസ്കാരിക്കാൻ വേണ്ടി നിന്നാൽ അല്ലാഹു അക്ബർ എന്ന് പറയും. വലം യഖുൽ ശൈഅൻ ഖബ്ലഹാ, അത് പറയുന്നതിന്റെ മുമ്പ് റസൂലുള്ള മറ്റൊന്നും പറഞ്ഞിട്ടില്ല. വലാ തലഫ്ഫദ ബിന്നിയ്യത്തിൽ ബത്ത, ഒരിക്കലും നിയ്യത്ത് റസൂലുള്ള ഉച്ചരിച്ചിട്ടില്ല. വലാ ഖാല, അവിടുന്ന് പറഞ്ഞിട്ടുമില്ല ഉസല്ലി ലില്ലാഹി സ്വലാത്ത കദാ, ഞാനിതാ അല്ലാഹുവിന് വേണ്ടി ഇന്ന നിസ്കാരം നിർവഹിക്കുന്നു. മുസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലക്ക് അഭിമുഖീകരിച്ചുകൊണ്ട്. അർബഅ റകഅത്ത്, 4 റകഅത്ത് ഇമാമായിട്ടോ മുഅ്മിൻ അല്ലെങ്കിൽ മഅ്മൂമായിട്ടോ. വലാ ഖാല, അവിടുന്ന് പറഞ്ഞിട്ടില്ല അദാ ആയി നിസ്കരിക്കുന്നുവെന്നോ വലാ ഖളാ ആയി നിസ്കരിക്കുന്നുവെന്നോ പറഞ്ഞിട്ടില്ല. ഈ വക വർത്തമാനങ്ങളൊന്നും തക്ബീറിന്റെ മുമ്പ് നബി പറയാറുണ്ടായിരുന്നില്ല. ഇതൊക്കെ പിൽക്കാലത്തുണ്ടായിത്തീർന്നിട്ടുള്ള അനാചാരങ്ങളാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, ലം യൻഖുൽ അൻഹു അഹദുൻ ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഇത്തരത്തിൽ ഇങ്ങനെ ഉസല്ലി ലില്ലാഹി തആല എന്നിങ്ങനെ നിയ്യത്ത് ഇങ്ങനെ പറയുന്നൊരു സമ്പ്രദായം ബിസ്നാദിൻ സഹീഹിൻ വലാ ദഈഫിൻ വലാ മുസ്നദിൻ വലാ മുർസലിൻ ലഫ്ളതൻ വാഹിദതൻ, സഹീഹായ ഒരു പരമ്പരയിലൂടെയോ പോകട്ടെ ദുർബലമായ ഒരു പരമ്പരയിലൂടെയെങ്കിലുമോ, വലാ മുസ്നദിൻ സനദുള്ള ഒരു പരമ്പരയിലൂടെയോ, വലാ മുർസലിൻ അതല്ലാത്ത ഒരു മുർസലായ പരമ്പരയിലൂടെയോ, ലഫ്ളതൻ വാഹിദതൻ മിൻഹാ, ഇതിൽ നിന്ന് ഒരൊറ്റ ലഫ്ള് പോലും, ഒരൊറ്റ അക്ഷരം പോലും ഇങ്ങനെ നിയ്യത്ത് ചൊല്ലിയതായിട്ട് വന്നിട്ടില്ല. ഈ നബി ചൊല്ലിയിട്ടില്ലെങ്കിൽ സഹാബാക്കിറാം നിർവഹിച്ചിട്ടുണ്ടോ? ബൽ വലാ അൻ അഹദിൻ മിൻ അസ്ഹാബിഹി, മാത്രമല്ല റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽ നിന്ന് ആരും തന്നെ ഇക്കാര്യം ചെയ്തിട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് ആരെങ്കിലും ചെയ്തുവോ? വലസ്തഹ്സനഹു അഹദുൻ മിനത് താബിഈന, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചിട്ടുള്ള താബിഈങ്ങളിൽ നിന്ന് ആരും തന്നെ ഇതൊരു നല്ല ഏർപ്പാടായി പറഞ്ഞിട്ടില്ല.
വലൽ അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും പറഞ്ഞിട്ടില്ല. പിന്നെ എവിടുന്ന് ഇതുണ്ടായി? പിൽക്കാലത്താരോ ഉണ്ടാക്കിയതാണെന്ന് അർത്ഥം. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഇദ്ദേഹം തന്റെ ചർച്ച ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. فإن أوجدنا أحد حرفا واحدا منهم في ذلك قبلناه وقابلناه بالتسليم والقبول فإن أوجدنا أحد, നമുക്ക് ആരെങ്കിലും കാണിച്ചു തരികയാണെങ്കിൽ, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ആ വിനീത സ്വരം, നമുക്കാരെങ്കിലും കാണിച്ചു തരികയാണെങ്കിൽ ഹർഫൻ വാഹിദൻ അൻഹും ഫീ ദാലിക, നബിയോ സഹാബത്തോ ഈ വിഷയത്തിൽ ഇങ്ങനെ നിയ്യത്ത് ചൊല്ലിപ്പറഞ്ഞതായിട്ട് ഒരക്ഷരമെങ്കിലും ആരെങ്കിലും കാണിച്ചു തരാൻ തയ്യാറാണെങ്കിൽ ഖബിൽനാഹു, നമ്മളത് സ്വീകരിക്കുന്നതാണ്, നമ്മളതിനെ സമ്പൂർണമായ മനസ്ഥിതിയോടുകൂടെ നമ്മളതിനെ നേരിട്ട് സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിച്ചത്. അപ്പൊ നിയ്യത്ത് ചൊല്ലിപ്പറയുന്ന ഒരു സമ്പ്രദായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില്ല. നമ്മള് വസ്വാസുള്ള ആളുകൾ കയറി നിന്നിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന നിസ്കരിക്കുന്നവന്റെ നിസ്കാരം പോലും വസ്വാസാകുന്ന രൂപത്തിൽ ആദ്യം മുസല്ലി എന്ന് അറബി പറയും, എന്നിട്ട് പിന്നെ മലയാളത്തിലും പറയും. കാരണം നമുക്ക് മനസ്സിങ്ങോട്ട് ശരിയാവുന്നില്ല. ഉസല്ലി 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 എന്ന് ഒരുപാട് വട്ടം പറയും. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അവന് പിന്നെയും വസ്വാസ് തീരുന്നില്ല, കെട്ടയച്ച് പിന്നെയും അല്ലാഹു അക്ബർ, പിന്നെയും ഉസല്ലിയിലില്ലായി തല ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നു ഞാൻ നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നു, അവസാനം ബാക്കിൽ നിന്ന് ആരെങ്കിലും പറയണേ ഇങ്ങനെ നിസ്കരിക്കണ്ട എന്ന് പറയേണ്ടുന്നൊരവസ്ഥയിലേക്ക് ഒരു പക്ഷേ എത്താറുണ്ട്. ഇങ്ങനെ മലയാളത്തിലും പിന്നെ അറബിയിലും എന്നിട്ടും തീരാഞ്ഞിട്ട് ഒരുപാട് നിസ്കാരം. ബാക്കിൽ നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ വിചാരിക്കും ഇയാൾ മുമ്പിൽ എന്താ വല്ല മയ്യത്തുണ്ടോ, മയ്യത്ത് ക്രിക്കറ്റാണോ, അല്ലെങ്കിൽ പെരുന്നാൾക്കാരൊക്കെയാണോ, ഇത് കെട്ടുന്നു വായിക്കണമൊക്കെ ഉണ്ട്. ഈ രൂപത്തിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വസുവാസം ഉണ്ടാക്കി തീർക്കേണ്ടുന്ന ഒരു പ്രശ്നവും ഒരു ഗൗരവമൊന്നും ഈ സ്വരത്തിലില്ല. ഗൗരവം എന്ന് പറഞ്ഞാൽ നീയത്ത് ഗൗരവമുള്ളതല്ല എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്, നീയത്ത് ഗൗരവം തന്നെയാണ്. പക്ഷെ നീയത്ത് എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഓർമ്മ വരുന്ന ഈ ചൊല്ലിപ്പറയലും പിന്നെ റമദാൻ മാസത്തിൽ ആ തറാവീഹ്കാരം കഴിഞ്ഞിട്ട് മുസ്ലിയാർ ഇങ്ങോട്ട് വലത്തോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് പറയുന്നുണ്ടല്ലോ, എന്ത് ഇതാ അതാ ആയിട്ട് ഫറലായിട്ട് നാളത്തെ നോമ്പിനെ ഇക്കൊല്ലത്തെ നാളത്തെ എന്നിട്ട് അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരിക. അപ്പൊ ഇതിങ്ങനെ ഈ ചൊല്ലിപ്പറയുന്ന സമ്പ്രദായം ഉണ്ട്, ഇതില്ല, നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ആയാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി നിസ്കരിക്കാൻ നോക്കുമ്പോൾ പിന്നെയും പറയും ചെയ്യും നമ്മൾ. ഇതെന്താ അറിയില്ല, പല ആൾക്കാരും പിന്നെയും അങ്ങനെ ഇങ്ങനെ കേൾക്കുകയുള്ളൂ. എന്താ വെച്ചാൽ ഉസ്സല്ലില്ലാഹി തആല എന്ന് പറയണം. എന്നിട്ട് ഞാൻ കിബിലക്ക് മുന്നിട്ടിട്ട് ഞാൻ 4 റക്അത്ത് ഇമാമോട് കൂടെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ്, എന്നിട്ട് പിന്നെ അത് പറഞ്ഞിട്ട് വിഷമം തീരാത്തത് കൊണ്ടാണ് മലയാളത്തിൽ പിന്നെയും അവന്റെ മനുഷ്യന് ഇഷ്കാല് എന്ന് പറയുന്നത്, ഇഷ്കാല് ഈസല് തീരുന്നില്ല എന്നാ പറയാ. അതുകൊണ്ട് ഒന്നും കൂടി തന്റേതായ ഭാഷയിലൊന്ന് ഉറപ്പുവരുത്തും. അതൊന്നും ആവശ്യമില്ല. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ഇന്ന കാര്യം നിർവഹിക്കുന്നു, അതിന്റെ ഹൃദയത്തിലാണ് അതിന്റെ സ്ഥാനം. ആ സ്ഥാനം മനസ്സിൽ കരുതിയിട്ട് കൃത്യം നിർവഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നിയ്യത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പ്രവാചക ചര്യയിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പിന്നെ ആരും തന്നെ മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട ആരും തന്നെ നിയ്യത്ത് ഇങ്ങനെ ഉറക്കപ്പറയൽ നിർബന്ധം ആരും പറഞ്ഞിട്ടില്ല. നിർബന്ധമാണെന്ന് ഒരൊറ്റ മദ്ഹബിന്റെ ഇമാമിയങ്ങളും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. ആ ഹൃദയത്തിലാണ് ഇതിന്റെ സ്ഥാനം. ഹൃദയത്തിൽ ഓർമ്മയില്ലാതെ കുറെ ചൊല്ലിയിട്ട് കാര്യമൊന്നുമല്ല, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കും.